വഴുതനങ്ങ പൊരിച്ചാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുന അരിഞ്ഞത് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് കരിവേപ്പില കുനുകുന അരിഞ്ഞതുണ്ട്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതുണ്ട്, അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, 2 സ്പൂൺ മൈദപ്പൊടി, 2-3 സ്പൂൺ മൈദപ്പൊടി ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരല്പം കളറും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് അല്പം വെള്ളമാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുന്നുണ്ട്. കട്ടയൊക്കെ ഉടച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വഴുതനങ്ങ പല രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കാം. അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം ഊറ്റി നമ്മൾ വെച്ചതാണ് വഴുതനങ്ങ. ഞാനിങ്ങനെയാണ് അരിഞ്ഞത്, മുറിച്ചിട്ടത് ഇങ്ങനെയാണ്. ഇനി അത് നമ്മൾ മാവിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മാവിൽ മുക്കൂലേ, അതേപോലെ വഴുതനങ്ങ നമ്മൾ മുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ അതിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നോരോന്ന് നമ്മൾ വഴുതനങ്ങ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. മാവിൽ മുക്കി പൊരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മാവിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന്